കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കുന്ന ഞെട്ടിക്കുന്ന ഒരു കുടുംബകലഹത്തിന്റെ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സംസ്ഥാന ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെ പറ്റി അതീവ ഗൗരവമായ ആരോപണങ്ങളാണ് വാർത്താമാധ്യമങ്ങളിൽ നിന്നും വരുന്നത്. ഗണേഷ് കുമാറിന്റെ വാളകത്തെ കുടുംബ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ബിന്ദു മേനോൻ കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് സന്ദർശനം നടത്തിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. സാധാരണയായി അവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്നല്ല, വാളകത്തെ വീട്ടിലേക്കാണ് അവർ അന്ന് എത്തിയത്. അവിടെ എത്തിയ ബിന്ദു മേനോൻ കാണാൻ പാടില്ലാത്ത ഏതൊരു രംഗം അവിടെ കണ്ടു എന്നാണ് പറയുന്നത്. ആ രംഗം കണ്ടതും പതറാതെ അവർ അത് തന്റെ മൊബൈൽ ഫോണിൽ പകർത്തി. ഈ ദൃശ്യങ്ങൾ ബിന്ദു മേനോന്റെ മൊബൈലിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഗണേഷ് കുമാറിന്റെ ഡ്രൈവർ ആ ഫോൺ പിടിച്ചുവാങ്ങാൻ ഫലപ്രയോഗം നടത്തിയതായാണ് റിപ്പോർട്ടുകൾ. ഈ മൽപ്പിടുത്തത്തിനിടയിൽ മന്ത്രിയുടെ ഭാര്യയ്ക്ക് പരിക്കേറ്റു എന്നും വാർത്തകൾ സൂചിപ്പിക്കുന്നു. ഈ സംഭവം വെറുമൊരു ഗോസിപ്പല്ല, മറിച്ച് കേരളത്തിലെ പ്രമുഖ പത്രങ്ങളായ മനോരമയും മാതൃഭൂമിയും കൗമുദിയും ഉൾപ്പെടെയുള്ളവരുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത കാട്ടുതീ പോലെ പടരുകയാണ്. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് യദുകൃഷ്ണൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ സംഭവം വിശദീകരിച്ചിട്ടുണ്ട്. മുൻ DGP ശ്രീലേഖയുടെ ഭർത്താവിന്റെ സഹോദരിയാണ് ഗണേഷ് കുമാറിന്റെ ഭാര്യ ബിന്ദു മേനോൻ. പരിക്കേറ്റ ബിന്ദു മേനോൻ തന്റെ പക്കലുള്ള മൊബൈൽ ഫോണുമായി നേരെ പോയത് ബന്ധുവായ ശ്രീലേഖയുടെ അടുത്തേക്കാണ്. അവിടെ ചെന്ന് ദൃശ്യങ്ങൾ കാണിച്ചപ്പോൾ പോലീസിന് വിവരം അറിയിക്കാൻ അവർ നിർദ്ദേശിച്ചു എന്നാണ് അറിയുന്നത്. ഇതേ തുടർന്ന് അവർ 112 അഥവാ 112 എന്ന എമർജൻസി നമ്പറിൽ വിളിച്ച് പോലീസിനെ അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും യാതൊരു നടപടിയും എടുക്കാതെ മടങ്ങിപ്പോയി എന്നത് ആരോപണങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. മന്ത്രി ഗണേഷ് കുമാറിന്റെ കുടുംബജീവിതത്തെക്കുറിച്ച് ഇതിനു മുമ്പും പല മോശമായ വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ വിവാഹമോചനം നേടി പോയതും അതിനുശേഷവുമുള്ള വിവാദങ്ങളും കേരളം കണ്ടതാണ്. ഇപ്പോൾ രണ്ടാമത്തെ ഭാര്യയായ ബിന്ദു മേനോൻ തന്നെ പരാതിയുമായി രംഗത്തെത്തിയത് ഗണേഷ് കുമാറിനെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഗവൺമെന്റിന്റെ ഇമേജിനെ തന്നെ ദോഷകരമായി ബാധിക്കുന്ന ഈ വിഷയത്തിൽ ഇന്റലിജൻസിന്റെയോ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയോ റിപ്പോർട്ട് എന്താണെന്ന് ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും അടിയന്തരമായി പരിശോധിക്കേണ്ടതുണ്ട്. ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ മൗനം പാലിക്കുന്നത് ശരിയല്ല. വാർത്തകൾ ശരിയാണെന്ന് പോലീസിനോ ഇന്റലിജൻസിനോ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തര നടപടി എടുക്കാൻ ബാധ്യസ്ഥനാണ്. ഇടതുപക്ഷ ഗവൺമെന്റിന്റെ അന്തസ്സിന് കോട്ടം തട്ടുന്ന ഇത്തരം ആരോപണങ്ങൾ നേരിടുന്ന ഒരാൾക്ക് മന്ത്രിപദത്തിൽ തുടരാൻ അർഹതയുണ്ടോ എന്നും ഗവൺമെന്റ് ചിന്തിക്കണം. ഈ സംഭവത്തെക്കുറിച്ച് ഗണേഷ് കുമാറിനെയും അദ്ദേഹത്തിന്റെ ഭാര്യ ബിന്ദു മേനോനെയും വിളിച്ച് സംസാരിക്കാൻ ഗവൺമെന്റ് തയ്യാറാവണം. മുൻ DGP ആയ ശ്രീലേഖ ഈ സംഭവം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്ന വാർത്തകൾ കൂടെ വരുമ്പോൾ ഇതിന് ഗൗരവം കൂടുകയാണ്. 112 പരാതി ലഭിച്ചിട്ടും പോലീസ് നടപടിയെടുക്കാതെ പോയത് എന്തുകൊണ്ടാണെന്ന് DGP അന്വേഷിക്കണം. പോലീസ് സ്ഥലത്ത് ചെന്നോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് വ്യക്തമായ മറുപടി ആഭ്യന്തര വകുപ്പ് നൽകേണ്ടതുണ്ട്. ഗവൺമെന്റിന്റെ ഇന്റഗ്രിറ്റിയെ ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ മൗനം പാലിക്കുന്നത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയുണ്ടാക്കുമെന്നതിൽ തർക്കമൊന്നുമില്ല. മന്ത്രി ഗണേഷ് കുമാറിനെതിരെ ഉയർന്നിരിക്കുന്ന ഈ ആരോപണം ശരിയാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് തന്നെ വലിയൊരു കറുത്ത പുള്ളിയായി മാറുമെന്നതിലും തർക്കമില്ല. ഒരു മന്ത്രി എന്ന നിലയിൽ മാതൃകാപരമായി ജീവിക്കേണ്ട വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു സംഭവം ആരോപിക്കപ്പെടുന്നത് തന്നെ ലജ്ജാകരമാണ്. ആഭ്യന്തര വകുപ്പ് ഈ കേസ് മുക്കാൻ ശ്രമിക്കുകയാണോ എന്ന സംശയവും പൊതുജനങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഗവൺമെന്റിന്റെ പ്രതിച്ഛായ മോശമാക്കുന്ന ഇത്തരം വ്യക്തികളെ മന്ത്രിസഭയിൽ ഇരുത്തുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഗുണകരമാവില്ല. ഉടൻ തന്നെ ഗണേഷ് കുമാറിൽ നിന്ന് മുഖ്യമന്ത്രി വിശദീകരണം തേടുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. കുടുംബ വീട്ടിലെ ആ രഹസ്യ ദൃശ്യങ്ങൾ എന്താണെന്നും ബിന്ദു മേനോന് പരിക്കേറ്റ സാഹചര്യത്തിൽ എന്തുകൊണ്ട് കേസ് എടുത്തില്ല എന്നതിനും കൃത്യമായ മറുപടി വേണം. മുഖ്യമന്ത്രിയുടെയും പോലീസിന്റെയും ഭാഗത്തു നിന്നുള്ള ഇനിയുള്ള നീക്കങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്കും ഗണേഷ് കുമാറിന്റെ മന്ത്രിസ്ഥാനത്തിന് തന്നെ ഭീഷണിയാകാനും സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ ഈ വിവാദം എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. മന്ത്രി ഗണേഷ് കുമാറിനെതിരെയുള്ള ഈ ആരോപണങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു ഭൂകമ്പത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. കുടുംബത്തിന് കൊള്ളാത്തവൻ നാടിന് കൊള്ളില്ല എന്ന പഴമൊഴി ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള കടുത്ത നടപടിക്കായി കേരളം കാത്തിരിക്കുകയാണ്. ഈ വിവാദത്തിന്റെ പിന്നിലെ കറുത്ത വശങ്ങൾ ഓരോന്നായി പുറത്തുവരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.